എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റഡി വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ BEdൻ്റെ ഭാഗമായിട്ട് കുറേ ടാസ്കും അസൈൻമെൻറ്റൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയായിരുന്നു. അപ്പോൾ ഒരു 3 ദിവസം എനിക്ക് ഒന്നും പഠിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തത് ടോട്ടലി നമ്മളാകെ ടയേർഡായി പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഡേറ്റ് ഇല്ല, വേറെ ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇനി സമയം കളയാനുമില്ല. ഇപ്പോൾ തൊട്ട് എഴുതി തുടങ്ങിയാലാണ് ആ ഡേറ്റിന് മുമ്പേ തന്നെ ഡേറ്റിൻ്റെ അന്നെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ ലാഗ് അടിക്കുന്നോ അത്രത്തോളം നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരും. അപ്പോൾ ഞാൻ പനി മാറണുള്ളൂ എൻ്റെ അന്ന്. പിന്നെ ഞാൻ വേഗം തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ BEdൻ്റെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് അപ്പം തന്നെ വേഗം ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് A4 ഷീറ്റുമൊക്കെ സെറ്റാക്കി വെച്ച് മാർജിനൊക്കെ വരച്ചിട്ട് ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പേ തന്നെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ എഴുതണം, അതിൻ്റെ ഡൗട്ടുകളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടാണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ നമുക്ക് പിന്നെ കുറേ ടൈമും പോവും. പിന്നെ ആ മൂഡ് തന്നെ പോവും. നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ എഴുതി പോയിട്ടുണ്ടായിരുന്ന സംഭവം പിന്നെ അത് ബ്രേക്കായി പോയാൽ പിന്നെ വീണ്ടും അത് പിക്കപ്പ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്ന സമയം ഞാനിത് ഓൾറെഡി തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒന്നുകൂടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ സംഭവങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്, ഏതൊക്കെ വർക്ക് എഴുതി തീർക്കാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒന്നും വിട്ടു പോവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വർക്കുകളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ രാവിലെ ഞാനൊരു 7 മണി തൊട്ടേ തന്നെ എഴുതാനായിട്ടിരുന്നു. വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ജഗ് വെക്കും വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 9 മണിക്കായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് വിളിച്ചു. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ പനിയൊക്കെ ആയ കാരണം 2 ദിവസം ഒന്നും ചെയ്യാത്ത കാരണം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർ ഓരോന്നൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈറൽ ഫീവർ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ഒപ്പം എത്തിയാലാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വർക്കുകൾ എന്ന് പറഞ്ഞാൽ BEdനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വർക്കുകളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനായിട്ടൊന്നും അങ്ങനെ പറ്റാറൊന്നുമില്ല. പിന്നെ കറക്റ്റ് ടൈമിന് കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ ഫ്രണ്ട്സും സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളും സബ്മിറ്റ് ചെയ്ത് പോണതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ മാർക്കിനൊക്കെ കുറവ് വരും. അപ്പോൾ ഞാനപ്പോൾ കാര്യമായിട്ട് തന്നെയാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ വേറൊരു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ് വേഗം ഈ വർക്കൊക്കെ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ രാവിലെയുള്ള സമയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേഗം വർക്ക് ചെയ്ത് തീർക്കാറ്. ഒരു 6 മണി, പിന്നെ വൈകിട്ട് 6 മണി 7 മണിയൊക്കെ ആയി കഴിഞ്ഞ് എനിക്ക് ഒട്ടും അങ്ങനെ പറ്റാറൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതുമ്പോൾ നമുക്ക് തലവേദനയും അങ്ങനെയൊക്കെ വരും. അപ്പോൾ മാക്സിമം ഞാൻ രാവിലെ തന്നെ ഒരു ഉച്ചയ്ക്ക് മുമ്പേ തന്നെ എൻ്റെ വർക്കുകൾ മാക്സിമം പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്ത് തീർക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ എഴുതി ഒരു 3/4 ഭാഗം പകുതിയിലധികം വർക്ക് ചെയ്ത് തീർന്നാലാണ് ഞാൻ എൻ്റെ സ്ഥലത്തു നിന്നൊക്കെ എണീക്കാറുള്ളൂ. അല്ലാണ്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വിശന്നാലോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്നും പോവാറില്ല. അപ്പോൾ ശ്രീതും ലച്ചും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീതും ലച്ചും വന്നപ്പോൾ ഞാൻ ഇവിടെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഇരുന്നിട്ടാണ് എഴുതണത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ എല്ലാ സാധനങ്ങളും വെക്കും, പിന്നെ വേറെ എവിടേക്കും എണീറ്റ് പോകാണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു ലോകം തന്നെയാണല്ലോ മൊത്തം. അപ്പോൾ കുറച്ച് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചേട്ടനോടും ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകിട്ട് ഒരു 7 മണിക്കായപ്പോഴാണ് ഞാൻ കുളിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇരുന്നു, എഴുതാൻ തന്നെയാണ് ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു 10 മണി വരെ ഇതന്നെയായിരുന്നു. പിന്നെ ഒരു 9 മണി വരെ ഇരുന്ന് എഴുതി. പിന്നെ
ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഒതുക്കാനും നമ്മൾ എഴുതി വെച്ച സാധനങ്ങൾ ഓരോ ഫയലിലാക്കി വെക്കാനും അത് ഓർഡർ ചെയ്ത് വെക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു, അവർക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മുഴുവനായിട്ട് ഇരുന്നിട്ട് എൻ്റെ വർക്കൊന്നും ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഞാനൊരു 10 മണിയോട് കൂടിയിട്ട് എൻ്റെ വർക്കൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശ്രദ്ധിച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല, തലവേദനയൊക്കെ കൂടി, പിന്നെ മരുന്നും കഴിക്കുന്നുണ്ട് പനിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു സെഡാഷനും എല്ലാം കൂടി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം.